പോലീസുകാരും കയറി ഊഞ്ഞാലിരിക്കുമ്പോൾ ഊഞ്ഞാൽ 10 അടി പൊക്കത്തിൽ ഇങ്ങനെ ആട്ടുക, ഡോക്ടറെ പുരടുത്ത് വരിക, ട്രെയിൻ വരുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ കുറുകെ ചാടുക. അപ്പോൾ ഈ സ്ത്രീ തറയുന്ന 1.5 അടി പൊക്കി നിൽക്കുക. പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ താഴെ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംസാരിക്കുന്ന ഭാര്യയല്ല. ഞാൻ കണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ഭഗവാൻ അതിനെ 5 എണ്ണം തന്നെ പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നു. പിന്നെ അത് പുറത്തു വന്നിട്ടില്ല. എൻ്റെ ബെഡിനടുത്ത് ഈ പുണ്യപിതാവ് നിൽക്കുകയാണ്. ഹു ഡൈഡ് ഇൻ 1835. അതായത് 150 ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്ന അച്ഛൻ. ആത്മാവ് വന്ന് കൊലക്കേസ് തെളിയിച്ചു എന്നുള്ള സാറിൻ്റെ ഒരു വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. അത് വലിയ വിവാദമായിരുന്നു. വിവാദമായി. അവർ പറഞ്ഞു ഇത് അശാസ്ത്രീയമാണ്. നമ്മൾ അശാസ്ത്രീയമാണ്. പക്ഷേ ശാസ്ത്രീയമായ തെളിവ് കിട്ടാത്തതുകൊണ്ട് കേസ് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ വിധവ സ്ത്രീ മക്കളെ അനാഥരാക്കിയിട്ടോ എല്ലാം കിട്ടുമോ? പക്ഷേ ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ഫോറൻസിക് സയൻസ് പരാജയപ്പെട്ടവർ പോയി. പിന്നെ ശാസ്ത്രത്തിന് പറ്റാത്തത് ശാസ്ത്രീയമല്ലാത്തൊരു മെത്തേഡിൽ കൂടെ ആത്മാവിൻ്റെ വിളിച്ചെടുത്ത് തെളിയിച്ചു. അപ്പോൾ ആ വിധവ സ്ത്രീക്ക് മക്കൾക്ക് നീതി കിട്ടി. അല്ല സാറിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോറൻസിക് വിദഗ്ധരുടെ ഒരു സമ്മേളനത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റേ ഞാൻ പൊരുത്തപ്പെടുന്നില്ലല്ലോ സാർ. അതെ. അപ്പം ചിലത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും, ചിലത് ശാസ്ത്രീയമല്ലാതെ തെളിയിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രീയമല്ലാതെ. അപ്പോൾ അത് ശാസ്ത്രീയമല്ലാതെ തെളിയിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ സഫാരി ചാനലിൽ എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വിളിക്കാൻ പറ്റും. ഇപ്പോൾ പോലീസ് എത്ര ശ്രമിച്ചാലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാതെ തെളിയിക്കപ്പെടും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ മൃദംഗശൈലി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു. 3 തവണ ഒരു മോഷണം ഉണ്ടായി. പോലീസ് ചെമ്മൻ്റെ കാലത്ത് നോക്കിയിട്ടൊന്നും തെളിഞ്ഞില്ല. പക്ഷേ ദേവി സ്വന്തം കഴിവിൽ തിരിച്ചു വന്നു. ആ തിരിച്ചു വരുന്ന കഥ പറയുമ്പോൾ ആളുകൾ പറയും അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് തന്നെ പറ്റുമോ? അപ്പോൾ ദേവി എങ്ങനെ ദേവി സ്വന്തം കഴിവിൽ തിരിച്ചു വരുമ്പോൾ ആ ഫിനോമിനൻ എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ലാതെ ഫോറൻസിക് സയൻസ് പ്രകാരം ഈ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് ശരിയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് 600 ഗ്രാം അല്ലെങ്കിൽ 950 ഗ്രാം സെർബറം കൊണ്ടുള്ളത് മാത്രമേ വിശ്വസിക്കുന്നു പറഞ്ഞാൽ പറ്റിയല്ല. വിശാലമായി പ്രപഞ്ചമാണ്. 1000 കോടി നക്ഷത്രങ്ങൾ, 10,000 കോടി ഗ്രഹങ്ങൾ. ഇത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമാണ്. അത് വിഡ്ഢിത്തരമല്ലേ? അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മനുഷ്യ ശരീരം തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്നത്? അപ്പോൾ ക്രിയേറ്റർ ഉണ്ട്. ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കുള്ള ദൈവമാണോ, അത് നാച്ചുറൽ സോഴ്സ് ആണോ, അത് യൂണിവേഴ്സൽ എനർജി ആണോ, ഫിസിക്സ് ആണോ, നമുക്കറിഞ്ഞൂടാ. പക്ഷേ 50,000 കോടിക്കണക്കിനോടെ നക്ഷത്രങ്ങൾ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഹ്യൂമൻ ബോഡി, ലക്ഷക്കണക്കിന് സ്പീഷീസ്, അതിൻ്റെ ഓരോ ശരീരത്തിലുള്ള കോംപ്ലിക്കേഷൻ, ഇതെല്ലാം ചുമ്മാ അതങ്ങ് തന്നെത്താൻ ഉണ്ടായി നിരീശ്വര വിശ്വാസി പറഞ്ഞാൽ അത് വിഡ്ഢിത്തരം എന്നല്ല. എൻ്റെ മനസ്സിൽ ഇത് വിഡ്ഢിത്തരമാണ്. ഒരു ഹേതു ഉണ്ടാവണം. ഇത് ഒരു ഹേതു ഉണ്ടായിരിക്കണം. അത് കണ്ണും മൂക്കുള്ള ഈശ്വരനാണോ, അത് യൂണിവേഴ്സൽ എനർജി ആണോ, അത് പ്രപഞ്ചശക്തിയാണോ, അതെന്തുവേണേ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് സാധനം തന്നെത്താൻ ഉണ്ടാവില്ല. തന്നെത്താൻ ഉണ്ടാവുമെന്നൊരു ദേശീയവിശ്വാസി പറഞ്ഞാൽ അവൻ പറയുന്നത് വിഡ്ഢിത്തരമാണ്. തന്നെത്താൻ ഉണ്ടാവുമെന്നൊരു അഗ്നോസ്റ്റിക് പറഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണ്. അതെൻ്റെ തലച്ചോറിന് ഗ്രഹിക്കാൻ പറ്റാത്തൊരു വിഡ്ഢിത്തമാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ദർ ഈസ് എ യൂണിവേഴ്സൽ എനർജി, ദർ ഈസ് എ യൂണിവേഴ്സൽ കോഴ്സ്. ദൈവം എന്ന് വിളിക്കുന്ന, ഈശ്വരൻ എന്ന് വിളിക്കുന്ന ഒരു ശക്തി ഇല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ യൂണിവേഴ്സ് ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പണ്ട് മുതൽ കേട്ട് വരുന്ന, ഇപ്പോൾ സാറ് സൂര്യകാലടി പോയ കാര്യം എന്നോട് പറഞ്ഞു. ഞാനും സൂര്യകാലടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ തിരുവേനടി ചോദിച്ചത് യക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്. സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. യക്ഷി എന്ന് വിശ്വസിക്കുന്നത് പ്രപഞ്ചശക്തിയിൽ തിരിച്ച് ലയിക്കാത്ത ഒരു സ്പിരിച്വൽ ഫോഴ്സ്, ദാറ്റ് മേ ബി ഫിസിക്കൽ ഫോഴ്സ്. അപ്പോൾ പ്രേതങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു നാച്ചുറൽ കോഴ്സിൽ എൻഡ് ചെയ്യേണ്ട ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിൽ പോകാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു എനർജി ഫോം, അതാണ് ഈ യക്ഷി പ്രേതം എന്നൊക്കെ പറയുന്നത്. ഈ സാറിന് പേഴ്സണലി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രേതം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സാറിന് അറിയാവുന്ന ആളുകളെയാണോ അതോ പരിചയമില്ലാത്ത ആളുകളെയാണോ? പരിചയമുള്ള ആളിനെ കണ്ടിട്ടുണ്ട്, പരിചയമില്ലാത്ത ആളിനെ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സാറിന് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നത്? ഞാൻ ഭയങ്കര അസുഖമായിട്ട് ശ്രീ തിരുനാൾ മെഡിക്കൽ സെൻ്ററിൽ കിടക്കുകയാണ്. എനിക്ക് മൈസ്തീനിയ ഗ്രാവിസ് പോലെ കോംപ്ലിക്കേറ്റഡ് രോഗമാണ്. അപ്പോൾ 3-ാം നിലയിൽ ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒരു 10 മണി എല്ലാവരും ഉറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 7 തലമുറയ്ക്കുമ്പോൾ വളരെ പുണ്യപിതാവായ അച്ഛൻ ജീവിച്ചിരുന്നു. കൊച്ചൂപ്പാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുകയും ഇപ്പോഴും പ്രാർത്ഥിച്ചാൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളുണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ വരെ മാറിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്. ഞങ്ങളുടെ വീട് ഒരു നമ്പൂരി ഇല്ലാണ്, 800 കൊല്ലം പഴക്കമുള്ള നമ്പൂരി ഇല്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾ വാങ്ങിച്ചിട്ട് 200 കൊല്ലത്തിൽ കൂടുതലായി. പക്ഷേ ആ നമ്പൂരി ഇല്ലത്തിൽ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരവും ഹിന്ദു വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കാൻ ആൾ വരും. പ്രാർത്ഥിക്കുന്നവരുടെ രോഗങ്ങൾ മാറും. ക്യാൻസർ ഉൾപ്പെടെ മാറിയ സംഭവങ്ങളുണ്ട്. അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്.
രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ബെഡിനടുത്ത് ഈ പുണ്യപിതാവ് നിൽക്കുകയാണ്. ഹു ഡൈഡ് ഇൻ 1835. ഒരു 150 ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്ന അച്ഛൻ എൻ്റെ കെട്ടുണ്ട്. മോനെ പേടിക്കണ്ട, മോൻ്റെ അസുഖമൊക്കെ നാളെ ഉച്ചയോടുകൂടി സുഖമാവുന്നത്. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എൻ്റെ രോഗകാരണം കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് ഇൻട്രാക്രൈനൽ ഹൈപ്പർ ടെൻഷനാണെന്ന് കണ്ടുപിടിക്കുകയും ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഞാൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയിലൊരു 22 രോഗികളുണ്ട്. അവരാരും ഇത് കാണുന്നില്ല, ഞാൻ കാണുന്നു. എന്നോട് എൻ്റെ 150 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പുണ്യപിതാവ് സംസാരിക്കുന്നു. അതെൻ്റെ എക്സ്പീരിയൻസാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ ആ ശബ്ദം കേട്ടതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഞാൻ കണ്ട സംഭവം ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി 22 പേരും കണ്ടിട്ടില്ല, അതിനാൽ ഇത് സംഭവിച്ചല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റിയല്ല. അപ്പോൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടത് ഞാൻ വിശ്വസിക്കും. പഞ്ചേന്ദ്രിയം കൊണ്ട് കാണാത്ത മറ്റവൻ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അവനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ വേണാട് രാജാക്കന്മാരുടെ കൊട്ടാരമുണ്ട്, ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അത് 1830 സ്വാതിനാഥ രാജാവ് അങ്ങ് തിരുവനന്തപുരത്തിന് മാറ്റി. വേണാട് തലസ്ഥാനം അങ്ങ് തിരുവനന്തപുരത്തെ പെണ്ണുപിള്ള നാരായണിയുടെ വീട്ടിനടുത്തോട്ട് മാറ്റി. അപ്പോൾ ഒരു 4 കൊല്ലം മുമ്പ് ഈ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കി. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പം 1904 ചെങ്കോട്ടയിൽ നിന്ന് റെയിൽവേ ലൈൻ പിടിച്ച് കൊല്ലത്ത് കൊണ്ടുവന്നപ്പം റെയിൽവേ സ്റ്റേഷൻ പണിയണം. അപ്പോൾ ഈ കുറച്ച് ഗവൺമെൻറ് സ്ഥലം വെറുതെ കിടക്കുക, അതങ്ങോട്ടങ്ങ് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഗുഡ്സ് ഇടുന്ന ആ സ്ഥലം മാത്രം കൊട്ടാരത്തിൻ്റെ ഒറിജിനൽ ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ വേണാട് രാജാക്കന്മാരുടെ ആൺമക്കൾ കൊടുക്കുന്ന ഭൂമി, ആ ഭൂമി എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഫാദർ വാങ്ങിച്ചു. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ പുരടത്തിൽ പേര് തമ്പരാൻകുട്ടി പുരടം, വേണാട് തമ്പരാൻ്റെ കുട്ടി മകൻ്റെ പുരടം എന്നാണ്. അപ്പോൾ ഈ ബ്രോഡ് ഗേജ് ആക്കിയപ്പോഴത്തേന് മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കിയപ്പോൾ ഈ ആത്മാക്കളെ അടക്കിയിരുന്ന സ്ഥലം ഇളക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആത്മാക്കളെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശല്യം ഉണ്ടാക്കുക, ചായ അടിച്ചിറക്കുക, പോലീസുകാരും കയറി ഊഞ്ഞാലിരിക്കുമ്പോൾ ഊഞ്ഞാൽ 10 അടി പൊക്കത്തിൽ ഇങ്ങനെ ആട്ടുക, ഡോക്ടറുടെ പുരടത്തിൽ വരിക, ട്രെയിൻ വരുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ കുറുകെ ചാടുക, റെയിൽവേ സ്റ്റാഫിൽ ഓടി ചെല്ലുമ്പോൾ പെൺകുട്ടിയില്ല, ആരുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ട്രെയിൻ അടി പെൺകുട്ടി പെട്ടെന്ന് വിചാരിച്ചാൽ റെയിൽവേ സ്റ്റാഫ് ഓടി ചെല്ലാം, അവിടെ ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ 2ാം നില ലൈബ്രറിയിൽ നിന്ന് വായിക്കുകയാണ്. എൻ്റെ ഭാര്യ എൻ്റെ ഷെൽഫിൻ്റെ അപ്പുറത്ത് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നെല്ലിൽ കൊണ്ട് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ താഴെ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംസാരിക്കുന്ന ഭാര്യ അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മോള് ഗ്രാൻഡ് ഡോട്ടറേയും കൊണ്ട് വന്നു തിരുവനന്തപുരത്ത്, കൊല്ലത്ത് വീട്ടിൽ വന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, വൈഫ് ഒരു കാര്യം ചെയ്യ്, പോയി മോളുടെ കൂടെ കിടക്ക്. മോളും കുഞ്ഞും ഒറ്റക്കൊള്ളപ്പം ഈ ഈവിൾ എക്സ്പീരിയൻസ് ഉണ്ടായ മോള് പേടിച്ചു പോയി. ചിലപ്പോൾ അവൾ ബിടെക് ഫസ്റ്റ് റാങ്കാരിയാണ്, ശാസ്ത്രമൊക്കെ വിശ്വസിച്ചാൽ അത് മനസ്സിലാവും. അങ്ങനെ വൈഫ് താഴെ പോയി കിടന്നു. ഞാനൊരു 12 വരെ വായിച്ചിട്ട് വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം കഥ തുറന്നൊരു സ്ത്രീ അകത്ത് കയറി. ഞാൻ മരിച്ച് നേരം വെളുത്ത് കാണും, ഭാര്യ താഴെ നിന്ന് വന്നാന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഈ വന്ന സ്ത്രീ എൻ്റെ ഭാര്യയുടെ നീളവും വീതി അല്ല. അപ്പം ഞാൻ പെട്ടെന്ന് ടൈം നോക്കി, 2:30 ആയിട്ടേ ഉള്ളൂ, രാത്രി 2:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുറിയിൽ പുറത്തുനിന്ന് ഒരാൾ വരാൻ ഒക്കെയില്ല. 2ാം നിലയിലാണ്, താഴത്തെ നിലയിൽ 2 ഗേറ്റിൽ കൂടെ കയറി 18 സ്റ്റെപ്പ് കയറി മുകളിൽ നില എൻ്റെ മുറി വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് കാലിനടിയിലോട്ട് നോക്കി. കാര്യം മനുഷ്യരാണെങ്കിൽ കാല് തറയെ തൊട്ടും ഭൂതം കാല് തറയെ തുറത്തല്ലോ. അപ്പോൾ ഈ സ്ത്രീ തറയിൽ നിന്ന് അരയടി പൊക്കി നിൽക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷ് ഭാഷ ഒരു തെറിയങ്ങ് വിളിച്ചു, ബാസ്റ്റണെന്നൊക്കെ പറഞ്ഞു. പാവം ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഈ ഇംഗ്ലീഷുകാർ ഇന്ത്യ വരുന്നതിന് മുമ്പങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു ഭൂതമാണ്. മലയാളത്തോട് തെറി വിളിച്ചു. ഷൂ എന്നൊരു ശബ്ദത്തിൽ ഈ ഭൂതം ഡിസപ്പിയർ ചെയ്തു. എൻ്റെ മുറിയും തൊട്ടപ്പുറത്ത് മുറി മുഴുവൻ പുകയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടോർച്ച് എടുത്ത്, എനിക്ക് ഭൂതത്തൊന്നും പേടിയില്ലാതെ ഞാൻ ടോർച്ച് എടുത്തിട്ട് ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയെന്ന് നോക്കി, ഒന്നും ആയിട്ടില്ല. ഞാൻ സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞാൽ മോളങ്ങ് പോയി. മോള് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു, അയ്യോ എൻ്റെ മുമ്പിലും കാണും വന്ന് പെട്ടുപോയെങ്കിൽ ഞാൻ വിഷമിച്ച് പോകുന്നു. അവൻ നമുക്ക് അങ്ങ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് നാരായണ നമ്പൂരി വിളിച്ചു വരുത്തി. ആ കുളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത്. വെട്ടിക്കോട്ട പ്രസിദ്ധമായ നാഗക്ഷേത്രത്തിൽ നിന്ന് ഉണ്ണി നമ്പൂരി വരുത്തി. 2 പേരും എന്ത് ചെയ്തെന്നറിയോ, പായൊക്കെ വരച്ചിട്ട് വിളക്ക് കത്തിച്ചു. ഭൂതം വന്ന് ഊതി 5 വിളക്കം കാണിച്ചു. 2ാമത് തിരികെ കത്തിച്ചു. വീണ്ടും ഭൂതം വന്ന് ഒറ്റ ഊത്തിനെല്ലാം അങ്ങ് നശിപ്പിച്ചു. നാരായണ നമ്പൂരി പറഞ്ഞു, സാറേ ഇത് ഓർഡിനറി അല്ല സാധനം, ഞാൻ ശക്തമായ ചില പ്രയോഗം പ്രയോഗിക്കുകയാണെന്ന് പറഞ്ഞു. അവൻ പ്രയോഗിച്ചോളാൻ പറഞ്ഞു. ഡ്രൈവറെ അത് ഞാൻ വിളിച്ചു, ഇടാ ഞാൻ ആവാഹിച്ചുകൊണ്ട് വരും, നീ എന്നോട് അക്ഷരം മിണ്ടിയേക്കരുത്, വാതിലങ്ങ് തുറന്നേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം
മന്ത്രം കൊണ്ട് പ്രയോഗിച്ചു. 5 ഭൂതം വന്നു. 2 മെയിൽ 2 ഫീമെയിൽ, ഒരു പെൺകുട്ടി. അപ്പം 2 കളിമണ്ണം ഉണ്ടാക്കി 2 വിഗ്രഹം കൊണ്ടുവന്നിരുന്നു. 2 പുരുഷനെ പുരുഷ വിഗ്രഹത്തിലോട്ട് മാറ്റി, സ്ത്രീകളെല്ലാം ഈ സ്ത്രീ ഇതിനകത്തോട്ട് മാറ്റി. ആവാഹിച്ചെടുത്തിട്ട് അയാൾ നേരെ നടന്ന് കാലിലോട്ട് വന്നു. ഡ്രൈവർ കഥ തുറന്നു, അതിനകത്ത് കയറി. ഞാൻ പുറകെ പോയി അടുത്ത വണ്ടിയിൽ നേരെ ആശ്രാമത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ട് പോയി. എന്നിട്ട് ഇദ്ദേഹം നേരെ കൊണ്ടുപോയി ശ്രീകൃഷ്ണൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ യുവത്വങ്ങൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം, ഇനി മേലായി ഇതിനെ അങ്ങോട്ട് വിട്ടേക്കല്ല, ഇവിടെ പിടിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി റിവേഴ്സിലിറങ്ങി. ഈ ഭഗവാനെ പൂർവശം കാണിക്കാൻ പാടില്ല. റിവേഴ്സിലിറങ്ങി വന്ന് കാറേ കയറി. അദ്ദേഹം ഫ്രണ്ടിൽ, ഞാൻ ബാക്കിലോട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ 2.5 വർഷമായി. പിന്നെ ഇതിൻ്റെ ഒന്നിൻ്റെ അംശം ഞങ്ങളുടെ വീട്ടിലുമില്ല, ഇപ്പോഴത്തെ ഡോക്ടറുടെ വീട്ടിലില്ല, എഞ്ചിനീയർ വീട്ടിലില്ല, ആരുടെയും വീട്ടിലില്ല. അപ്പോൾ നമ്മൾ കണ്ട ഒരു സാധനം, നമ്മൾ അനുഭവിച്ച ഒരു സാധനം, അത് അനുഭവിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഇത് ചുമ്മാ എന്ന് ഒരുത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇപ്പം എന്ത് ചെയ്യുന്നത്? അവർ നമ്മളെ അന്ധവിശ്വാസം നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് പറയാം. അല്ലെ, ദൈവം ഉണ്ടെന്ന് പറയുന്നത് വിശ്വാസമാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് അല്ലേ? ഒരു കാര്യം അന്ധമായി ഇല്ല എന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം. അപ്പോൾ നാരായണ നമ്പൂരി ചൊല്ലി മന്ത്രമല്ല, പെറ്റിക്കോട്ടില്ല, അത് ചുമ്മാതാണ്, പാമ്പിൻ്റെ നാഗത്തിൻ്റെ വിഗ്രഹം ഇല്ലാതാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, എന്നാൽ അവനില്ല. ഞാൻ അനുഭവിച്ചാണ് നാരായണ നമ്പൂരി മന്ത്രം ജപിച്ച് ഈവിൾ സ്പിരിറ്റിനെ കൊണ്ടുവരുന്നു, അതിനെ പിടിച്ച് വിഗ്രഹത്തിലാക്കുന്നു, കൊണ്ട് ഭഗവാനെ ഏൽപ്പിക്കുന്നു. വിഷ്ണു ഭഗവാൻ ഇല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് ഏൽപ്പിക്കുന്നതും, ഭഗവാൻ അതിനെ 5 തന്നെ പിടിച്ചോടെ വെച്ചിരിക്കുന്നു, പിന്നെ അത് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ ശക്തിയിൽ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നതല്ല ഞാൻ വിശ്വസിക്കാൻ പറ്റും. ഞാൻ ഹിന്ദു അല്ല, പക്ഷേ ഭഗവാനെ കൊണ്ട് ഏൽപ്പിച്ചവൻ ഭഗവാൻ എന്നെ കൺട്രോൾ നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിനോട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലും പ്രശ്നമില്ല, അതിനുശേഷം ട്രെയിനിൻ്റെ കുറേ സാധാരണ പെൺകുട്ടിയില്ല, ഒന്നുമില്ല. അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ ഇതൊക്കെ കണ്ട ഒരുപാട് പേരുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ കാണുകയാണ് ഈ പെൺകുട്ടി ആടുന്നത്. ട്രെയിൻ പോയി കഴിഞ്ഞ് പോയി മനസ്സിലാക്കും പെൺകുട്ടിയില്ല, ട്രെയിൻ അടി ഒന്നുമില്ല. 100 കണക്കിന് ആളുകൾ അനുഭവിച്ചൊരു സാധനം. പക്ഷെ ഞാനൊരു ശുശ്രൂഷ ചെയ്തിട്ട് അവനെ ഒഴിവാക്കി ഭഗവാൻ കൃഷ്ണനെ ഏൽപ്പിച്ചപ്പം ചെല്ലുന്നു. ഇത് ചുമ്മാതാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചാൽ അങ്ങനെ. അതെ, അവൻ അന്ധമായിട്ട് വിശ്വസിക്കട്ടെ ഇല്ല എന്നുള്ളത് ഞാൻ അനുഭവിച്ച ഒരാളായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നു. ഏതായാലും എനിക്കിപ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ സാറിനെ കാണാൻ വൈകിപ്പോയതിൽ എനിക്ക് വലിയ സങ്കടം വരുന്നു. കാരണം സാർ, ഒരു വളരെ വ്യക്തിപരമായൊരു ചോദ്യം. സാറിന് പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്ക് DGP ആവട്ടെ, സാധാരണ പോലീസുകാരനാവട്ടെ, അവരൊരു പരുക്കൻ സ്വഭാവമാണ്. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നു. സാർ ഇങ്ങനെ ഇത്രയും വലിയ അറിവ് എങ്ങനെ ആർജിക്കുന്നത്? വായനയുണ്ടോ? വായന എന്ന് പറഞ്ഞാൽ ദിവസം 15-16 മണിക്കൂർ വായിക്കും. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു എലിസബത്ത് ടീച്ചർ ക്ലാസ്സിൽ വന്നു. അവർ ഈ വെള്ള സ്കാപ്പ് പേപ്പറിനെ 10ആയിട്ട് കീറി കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലാവാൻ, കളക്ടറാവാം, ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, ഇങ്ങനെ 10-12 പ്രൊഫഷൻ എടുത്തിട്ട് ഓരോന്നിൻ്റെയും ഗുണവും ദോഷമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പേപ്പർ ഓരോ ഞങ്ങളുടെ തന്നിട്ട് നിങ്ങൾക്ക് എന്താവണമെന്ന് എഴുതി തരാൻ പറയും. അപ്പോൾ 50 കുട്ടികളുള്ള 46 കുട്ടികൾ 3 എടുത്തുള്ളൂ. ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ 3 എടുത്തു. വേറെ 2-3 ഒരുത്തം പൈലറ്റ് എന്ന് ഒരുത്തം പള്ളിയിൽ അച്ഛനെന്ന് എഴുതി കൊടുത്തു. ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു MA PhD IAS. ടീച്ചറുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോട് തുറച്ചു നോക്കി, പിന്നെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോട് തുറച്ചു നോക്കി. ടീച്ചറിൻ്റെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ്, എൻ്റെ ബന്ധമായി ടീച്ചർ. ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ടീച്ചർ മോർണിംഗ് വരാൻ പറഞ്ഞു. എന്നെ പിടിച്ച് നേരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്നു. അവിടെ നിർത്തി. മോർണിംഗ് എഴുതി എന്നെ ആക്ഷേപിക്കാനാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ ആക്ഷേപിച്ചാൽ എനിക്കെന്ത് കിട്ടാനാണ്? ടീച്ചർ എൻ്റെ ആഗ്രഹം എഴുതാൻ പറഞ്ഞു. എൻ്റെ മനസ്സിലാഗ്രഹം ഞാൻ എഴുതി. ടീച്ചർ 2 കൈ പൊക്കെ എൻ്റെ തല വെച്ചൊരു ഒറ്റ അനുഗ്രഹം, മോനി ആഗ്രഹിച്ചെല്ലാം മോൻ സാധിക്കാൻ ഇടവരട്ടെ എന്ന്. അപ്പോൾ ഞാനന്ന് ഒരമ്മയെന്ന് എഴുതി കൊടുത്തോളൂ, ഞാൻ 4 അമ്മ എടുത്തു. ഒരു PhD എഴുതി 2 PhD എടുത്തു, കൂടാതെ ഒരു BSc എടുത്തു, ഒരു MPhil എടുത്തു. മനസ്സിലാകുന്നുണ്ട്. IAS ഒരു തവണ പാസ്സാവും തീരുമാനിച്ചു, 2 തവണ IAS പാസ്സായി. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ് കിട്ടൊരു ലക്ഷ്യം, അത് വെച്ചിട്ട് ഈ 8 ഡിഗ്രി എടുക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ വിവിധ വിഷയങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മുടെ പോലീസ് ജോലി 8-10 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാലും രാത്രി ഒരു 12 മണി 1 മണി വരെ ഇരുന്ന് വായിക്കും. വായിക്കുന്ന മാത്രമല്ല, ഞാൻ നോട്ട് എഴുതി വായിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ നോട്ട് എഴുതാതെ അത് വായിക്കുന്ന സമയത്ത് തന്നെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നൊരു പരിപാടി ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അതാണ് ഈ ബുദ്ധിയുള്ളവരാകാൻ മറക്കാതിരിക്കാവുന്ന പുസ്തകം, DC ബുക്ക്. അപ്പോൾ അതിനകത്ത് ഈ മെമ്മറി ടെക്നിക്ക്, ഒരിക്കൽ പഠിച്ച കാര്യം മറക്കാതിരിക്കാനുള്ള 12 ടെക്നിക്ക്, പരീക്ഷ എഴുതുമ്പം മാർക്ക് സ്കോർ ചെയ്യാനുള്ള 12 ടെക്നിക്ക്, അതെല്ലാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളിരുന്ന് വായിച്ച് അവരുടെ പരീക്ഷയ്ക്ക് ഒരുപാട് എഫക്റ്റീവായിട്ട് പിന്നീട് പറയും. DC ഇപ്പോൾ കിട്ടുന്നത് അല്ലേ? DC കിട്ടും. മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകാൻ ആ വായനയിൽ നിന്നുള്ള അറിവാണ്. പിന്നെ ഒന്നിനോടും
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കത്തില്ല. ഹിന്ദുമതം അതിൻ്റെ മഹത്വം ഹിന്ദുമത ക്ഷേത്രങ്ങൾ പ്രസംഗിക്കും, ഇസ്ലാമിൻ്റെ മഹത്വം ഇസ്ലാം നബിദിന പ്രസംഗിക്കും, ഇസ്ലാമിൻ്റെ മഹത്വം പറയും, ക്രിസ്തു മതത്തിൻ്റെ മഹത്വം ക്രിസ്ത്യൻ സദസ്സിൽ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ പറയും, കുട്ടികൾ പഠിക്കേണ്ട കാര്യം കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പറയും. അപ്പോൾ പല പല ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മളൊന്നിനോട് നോ പറയരുത്, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. അപ്പോൾ ഇന്ത്യ എല്ലാ ജാതി മത വിഭാഗങ്ങളുള്ള ഒരു രാജ്യമാണ്. അവിടെ എല്ലാ മതങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും മഹത്വം കണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് എൻ്റെ ശാസ്ത്രം. ഏതായാലും വലിയ സന്തോഷം സാർ, ഇന്ത്യ ലെവലിൽ വന്നതിൽ സന്തോഷം. ഇനിയും സാറിനെ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരണം. ശരി ശരി, ഓക്കെ.